നമുക്കത് ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ അങ്ങനെ അത് പറഞ്ഞു നന്നാക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മളിതിന്റെ ഫാക്ടുകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഫാക്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ കൊല്ലത്തെ 2024 മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കമ്പയർഡ് ടു മറ്റു പല ഇൻഡസ്ട്രികൾ, അല്ലെങ്കിൽ കമ്പയർഡ് ടു ഇതിന്റെ മുൻ വർഷങ്ങളിലെ മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ കാര്യം ഒരു 12% എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സക്സസ് പെർസെൻറ്റേജ് ആണെന്നാണ് ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അത് പ്രതിസന്ധിയാണെങ്കിൽ പിന്നെ ബാക്കി എല്ലാം പ്രതിസന്ധിയാണ്. മലയാള സിനിമയ്ക്ക് പ്രതിസന്ധികൾ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഇത്രയും വർഷം നിലനിന്ന നമ്മളുടെ സിനിമാ വ്യവസായം ഇനിയും നിലനിൽക്കും. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പരസ്പരം ചെളിവാരി അറിയുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്ന കൂട്ടായിട്ടുള്ള സഹകരണങ്ങളിലൂടെയാണ് നമുക്ക് നമ്മുടെ എന്നും മലയാള സിനിമ നിലനിന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സഹകരണ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോകുന്നത്. അത് തന്നെ തുടർന്ന് പോവുകയും നമ്മളെല്ലാം ഈ ഇൻഡസ്ട്രി അങ്ങനെ അതിൽ നിന്ന് പോവുകയൊന്നുമില്ല. അങ്ങനെ കൂട്ടിയിടാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഉൾപ്പെടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ ആരെയും സിനിമയ്ക്ക് ആവശ്യമില്ല. നമുക്കൊക്കെയാണ് സിനിമ ആവശ്യം. അപ്പോൾ നമ്മളൊക്കെ തുടർന്നും ഈ എത്രത്തോളം സഹകരിച്ച് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ഇനിയും തുടർന്നും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ് ആയിട്ട്